സ്വർണത്തിന്റെ കുപ്പായം. ഒരിടത്ത് ബ്രിഡ്ജറ്റ് എന്നു പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി താമസിച്ചിരുന്നു. റോസ്ബെറി വുഡ്സിന്റെ അടുത്തുള്ള ചെറിയൊരു നഗരത്തിൽ. എല്ലാവരും അവളെ കൊച്ചു സ്വർണ്ണ ഉടുപ്പുകാരി എന്ന് വിളിക്കുമായിരുന്നു. കാരണം അവൾ എപ്പോഴും സുന്ദരമായ സ്വർണ്ണ നിറത്തിലെ കുപ്പായം ധരിക്കുമായിരുന്നു. അവൾ വളരെ നല്ല മനസ്സും ഹൃദയവും ഉള്ളവളായിരുന്നു. ഒരു ദിവസം കൊച്ചു സ്വർണ്ണ ഉടുപ്പുകാരിയുടെ അമ്മ സുന്ദരമായ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കി. കേക്ക് വളരെ സ്വാദിഷ്ടമാണ് മമ്മി, നമുക്കിത് അമ്മൂമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അത് നല്ല കാര്യമാണ് മോളെ, നമുക്കിതിനെ പകുതിയാക്കാം, ബാക്കി നീ കൊണ്ടുപോക്കോളൂ. അതെ മമ്മി, അതെ. ആ അമ്മ സുന്ദരമായ കേക്ക് മുറിച്ച് സ്വാദിഷ്ടമായ കേക്കിന്റെ കഷ്ണം ഒരു പിങ്ക് കളർ കൊട്ടയിൽ വെച്ചു. ഇതാ പിടിച്ചോളൂ ബ്രിഡ്ജറ്റ്, നോക്കിക്കോണേ, ഞാൻ നിനക്ക് വഴിയിൽ കഴിക്കാനായി ഒരു ജെല്ലി സാൻഡ്വിച്ച് വെച്ചിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തിരിച്ചു വരണം. ചെന്നായ്ക്കൾ വെളിയിൽ വരുമപ്പോൾ. ഓക്കേ മമ്മി. ആ കൊച്ചു സ്വർണ്ണ ഉടുപ്പുകാരി അവളുടെ അമ്മയ്ക്ക് ബൈ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അതേസമയം തന്നെ റോസ്ബെറി വുഡിന്റെ അകത്തായി ഒരു ചെന്നായ് കുടുംബം താമസിച്ചിരുന്നു. അവരെപ്പോഴും കൊച്ചുകുട്ടികളെ പേടിപ്പിച്ചും അവരുടെ ആഹാരം കട്ടെടുക്കാനുമായി പോകുമായിരുന്നു. എന്തായാലും എർഗോ എന്ന ഏറ്റവും ചെറിയ കുടുംബത്തിലെ ചെന്നായ് ഒരിക്കലും വീട്ടിലേക്ക് ആഹാരം കൊണ്ടുവരാറില്ല. കാരണം അവൻ നല്ല മനസ്കനായിരുന്നു. അവനെ എപ്പോഴും അവന്റെ സഹോദരൻ ശല്യം ചെയ്യുമായിരുന്നു. ഇന്ന് നീ ആഹാരത്തിന് വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ലേ? ഞാൻ രാത്രി ഭക്ഷണത്തിനായി രുചിയുള്ള ഭക്ഷണം തന്നെ കൊണ്ടുവരും. അത് മാത്രമല്ല, ഞാൻ സ്വാദിഷ്ടമായ കേക്കും കൊണ്ടുവരും. കേക്കോ? നിനക്കൊരു കഷ്ണം ബ്രെഡ് പോലും കിട്ടാറില്ലല്ലോ. നിനക്ക് കേക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്വപ്നത്തിൽ. നീ കണ്ടോ, ഞാൻ ദുഷ്ടനാകും. എനിക്ക് ദുഷ്ടനായ ചെന്നായി ആകാൻ പറ്റും, മനസ്സിലായോ? ബ്രിഡ്ജറ്റ് സന്തോഷത്തോടെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അവൾ കിളികൾ പറക്കുന്നത് ആസ്വദിച്ചു. അണ്ണാനിന്റെ കൂടെ കളിച്ചും വഴിയിലൂടെ ഉള്ള പൂക്കൾ പറിച്ചും നടന്നു. അവൾ നടന്നുകൊണ്ട് മൂളാൻ തുടങ്ങി. അത് എർഗോ കേട്ടു. അവൻ ഇരയെ തേടി വെളിയിൽ വന്നതായിരുന്നു. ഓ, ആരോ എന്റെ നേർക്ക് വരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചെന്ന് ഒളിക്കാം. എനിക്ക് രുചികരമായ ഭക്ഷണം കിട്ടും. എർഗോ പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ പിറകിൽ ഒളിച്ചു. സ്വർണ്ണ ഉടുപ്പുകാരി അവിടെ നിന്നും കടന്നു പോകാൻ കാത്തിരുന്നു. അവളുടെ എല്ലുകൾ മുറുകുന്നവരെ ഞാൻ അവളെ അള്ളിപ്പിടിക്കും. എർഗോ ഒരു നീണ്ട ശ്വാസം എടുത്തു. അവൻ സ്വയം തയ്യാറായി. അവൾ അവന്റെ അടുത്തേക്ക് വന്നതും അവൻ നേരെ ചാടി വീണു. സ്വർണ്ണ ഉടുപ്പുകാരി അതിശയിച്ചു. ഓ, ഹായ് ഡാ കുട്ടി, നിനക്ക് വഴി തെറ്റിയോ? എർഗോ സംശയത്തിലായി. ആ കൊച്ചു സ്വർണ്ണ ഉടുപ്പുകാരി പേടിച്ചതേയില്ല. ഞാനൊരു ദുഷ്ടനാണ്. ഓ, നിനക്ക് വിശക്കുന്നുണ്ടാവും, ഞാൻ നിനക്കായി ആഹാരം തരാം. ബ്രിഡ്ജറ്റ് അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ജെല്ലി സാൻഡ്വിച്ച് എടുത്ത് അതിന്റെ ഒരു കഷ്ണം മുറിച്ചു. ഇതാ പിടിച്ചോളൂ. പക്ഷെ നീ ആദ്യം ഇരിക്കൂ. ഇരിക്കൂ. എന്തിന്? ഇല്ല, താഴെ ഇരിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ നിനക്കിത് തരികയില്ല. ശരി. കൈ തരൂ, എനിക്ക് കൈ തരൂ. ശരി. നല്ല കുട്ടി, ഇതാണ് നിന്റെ സമ്മാനം. എർഗോയ്ക്ക് വളരെയധികം രുചികരമായ ജെല്ലി സാൻഡ്വിച്ച് കിട്ടി. ഇതാ കിടക്കുന്നു. അവനെ തലോടൽ കിട്ടുന്നു. അവനെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവൻ പെട്ടെന്ന് തന്നെ ബ്രിഡ്ജറ്റിനെ കെട്ടിപ്പിടിച്ച് നക്കാൻ തുടങ്ങി. നിർത്തൂ, നമുക്ക് പോകാം. ബ്രിഡ്ജറ്റും എർഗോയും കാട്ടിലൂടെ നടന്നു. അവൾ കുറച്ച് പഴങ്ങൾ പറിച്ചു. അതിൽ കുറച്ച് എർഗോയ്ക്ക് കൊടുത്തു. അവർ എപ്പോഴും നല്ല കൂട്ടുകാരായിരുന്നു. എർഗോ ആ കൊട്ടയെക്കുറിച്ച് ചിന്തിച്ചു. അതിലെന്താണെന്ന് കണ്ടുപിടിക്കാൻ അവൻ ശ്രമിച്ചു. അതെന്റെ മമ്മി ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ സ്ട്രോബെറി കേക്കിന്റെ കഷ്ണമാണ്. ഞാൻ അതെന്റെ അമ്മൂമ്മയ്ക്കായി കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. മമ്മി അതേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിൽ വെച്ച് നിന്നെ കണ്ടു. എർഗോ അത് കേട്ട് ആഹ്ലാദിച്ചു. അതവൻ അവന്റെ സഹോദരന്മാരോട് പറഞ്ഞ അതേ കേക്ക് തന്നെ. എനിക്ക് ഇത് നിനക്ക് തരാനുള്ള ഒരു സാധ്യതയുമില്ല. ഇതെന്റെ അമ്മൂമ്മയ്ക്ക് മാത്രമുള്ളതാണ്. അഥവാ ഇതിൽ നിന്നും മിച്ചം വന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാനത് നിനക്ക് തീർച്ചയായും തരും, അഥവാ നീ നല്ലപോലെ ഇരുന്നാൽ. സ്വർണ്ണ ഉടുപ്പുകാരി എർഗോയെ തലോടി. അവർ രണ്ടുപേരും വീണ്ടും നടക്കാൻ തുടങ്ങി.
അപ്പോൾ തന്നെ എർഗോ അവന്റെ സഹോദരന്മാരുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. ഹേയ് എർഗോ, നീ വീട്ടിലേക്ക് വീണ്ടും ആഹാരമില്ലാതെയാണോ പോകുന്നത്? നിന്റെ കേക്ക് കിട്ടുമെന്ന് കരുതുന്നു നിന്റെ സ്വപ്നത്തിൽ. ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്? ഞാനൊരു ദുഷ്ടനായ ചെന്നായി ആകണം. ആരുടെയും വളർത്തുമൃഗമല്ല ഞാൻ. ഈ പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടരുത്. ഞാൻ ദേഷ്യപ്പെടേണ്ട സമയമായിരിക്കുന്നു. എർഗോ അങ്ങനെ സ്വയം തർക്കിക്കാൻ തുടങ്ങി. പക്ഷെ സ്വർണ്ണ ഉടുപ്പുകാരിക്ക് മനസ്സിലായില്ല. അവൻ ചാടുകയും ഓലിയിടുകയും ചെയ്തു. അതവളെ അതിശയിപ്പിച്ചു. എന്താണ് നീ കാണിക്കുന്നത്? ഞാൻ നിനക്ക് ഇത്രയും ചാടിയാൽ കേക്ക് തരുമൊന്നുമില്ല. നീ ഒരു നല്ല കുട്ടിയെ പോലെ ആയിരിക്കണം. എർഗോ സമാധാനപ്പെട്ടു. പക്ഷെ അവൻ സ്വയം ദേഷ്യപ്പെട്ടിരുന്നു. അവൻ അവന്റെ സഹോദരനോട് ആഹാരത്തിന് കേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. ഇതായിരുന്നു അവന്റെ അവസരം. ഞാൻ ഇങ്ങനെ ആകാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനൊരു നായല്ല, ഞാനൊരു ചെന്നായിയാണ്. ഒരു ചെന്നായി. ഓ കുട്ടി, നീ ഒരു സുന്ദരനായ നായയാണ്. സുന്ദരനോ? ഞാനോ? നന്ദി നന്ദി. നീ എന്നെ സന്തോഷിപ്പിച്ചു. ഓ, എന്താണിത്? ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്? ശ്രദ്ധിക്കൂ എർഗോ, ശ്രദ്ധിക്കൂ. അങ്ങനെ എർഗോ ആ സ്വർണ്ണ ഉടുപ്പുകാരിയുടെ അടുത്ത് കറങ്ങാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവസരം നോക്കി ആ കൊട്ട തട്ടിപ്പറിച്ച് അവളുടെ കയ്യിൽ നിന്നു. ഓഹോ, പപ്പി നിൽക്കൂ, എനിക്കായി നിൽക്കൂ. ബ്രിജറ്റ് അവനെ പിന്തുടർന്നു. പക്ഷെ എർഗോ കട്ടിയേറിയ ചെടികൾക്കിടയിലൂടെ ഓടി. പിന്നെ വലിയ വേരുകൾ ചാടിക്കടന്നു. എന്റെ കൊട്ട എനിക്ക് തിരിച്ചു തരൂ. ബ്രിജറ്റിന് ആ ചെന്നായുടെ വേഗതയിൽ പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവൾ മരത്തിന്റെ വേരിൽ ഇടിച്ചു വീണു. ആഹൂ! പാവം ബ്രിജറ്റ്, അവളുടെ മുട്ടിൽ പരിക്കേറ്റു. അവൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അവൾ അസഹ്യതയോടെ ആരുമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റാതെ കരയാൻ തുടങ്ങി. ബ്രിജറ്റിന്റെ കരച്ചിൽ അവൻ ഓടിയെത്തിയ ദൂരം വരെ കേൾക്കാമായിരുന്നു. ഓട് എർഗോ, ഇതാണ് നിന്റെ അവസരം. നീ നിന്റെ സഹോദരനെ തെറ്റായി കാണിക്കണം. അവൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. പക്ഷെ ഇല്ല, എനിക്ക് ഈ കേക്ക് എന്റെ സഹോദരന്റെ അടുത്ത് എത്തിക്കണം. ശരി ശരി, ഞാൻ ദുഷ്ടനാവാനല്ല വളർന്നത്. ഞാൻ തിരിച്ചു പോയി നോക്കണം. എനിക്ക് വളരെ പേടിയാകുന്നു. എർഗോ തിരിച്ച് ബ്രിജറ്റിന്റെ അടുത്തേക്ക് ഓടി. അവൾ തറയിലിരുന്ന് കരയുകയായിരുന്നു. എർഗോ അവളുടെ പരുക്കു പറ്റിയ കാല് കണ്ടിട്ട് വളരെ അപമാനം തോന്നി. അവൻ ആ കൊട്ട അവളുടെ അടുത്ത് വെച്ചിട്ട് അവളുടെ അടുത്തിരുന്നു. അവന് വളരെയധികം വിഷമമായതുകൊണ്ട് അവന് കണ്ണുനീർ തടയാൻ പറ്റിയില്ല. അവനും കരഞ്ഞു. ഞാൻ വളരെ ചീത്തയായ ചെന്നായാണ്. ഞാൻ ആ പാവം സ്വർണ്ണമുടുപ്പുകാരിയെ നോവിച്ചു. അവൾ എന്ത് നല്ലതായിരുന്നു. എർഗോ കരയുന്നത് കണ്ട് ബ്രിജറ്റ് അവനെ കെട്ടിപ്പിടിച്ചു. ഓ കൊച്ചു പപ്പി, നീ എനിക്ക് വേണ്ടിയാണോ കരയുന്നത്? പേടിക്കണ്ട, ഞാനൊരു ശക്തിശാലിയായ പെൺകുട്ടിയാണ്. കുഴപ്പമില്ല. എനിക്കറിയാം നീ എന്റെ കൂടെ കളിക്കുമായിരുന്നെന്ന്. നീ വളരെ നല്ലവനാണ്. എർഗോ അവന്റെ തെറ്റിൽ അപമാനിതനായി സ്വർണ്ണ ഉടുപ്പുകാരിയെ നക്കാൻ തുടങ്ങി. എനിക്ക് കിളിയാകുന്നു, നിർത്തൂ. ബ്രിജറ്റും എർഗോയും വീണ്ടും നടന്ന് അമ്മൂമ്മയുടെ വീട്ടിൽ അവർ എത്തിച്ചേർന്നു. ഹലോ മോളെ ബ്രിജറ്റ്. ഹോ, നീ ഒരു ചെന്നായെ വീട്ടിൽ കൊണ്ടുവന്നു? ഇല്ല അമ്മൂമ്മേ, ഞാൻ നിങ്ങൾക്ക് കേക്ക് കൊണ്ടുവന്നതാണ്. ഈ പട്ടിക്കുട്ടി എന്റെ പുതിയ കൂട്ടുകാരനാണ്. അമ്മൂമ്മ അവരുടെ കൊച്ചുമകൾ ഒരു ചെന്നായിയുമായി വെറുതെ വീട്ടിലേക്ക് വരുന്നത് കണ്ട് അതിശയിച്ചു. ഇവിടെ വന്ന് എന്റെ കൂടെ ഇരിക്കൂ പപ്പി. അവർ തീൻമേശയിലിരുന്നു. പക്ഷെ അമ്മൂമ്മ ആ ചെന്നായയെ കണ്ട് പേടിച്ചു വിറച്ചു പോയിരുന്നു. അമ്മൂമ്മ ഒരു കഷ്ണം കേക്ക് മുറിച്ചു. ഒരെണ്ണം സ്വന്തമായി, ഒരെണ്ണം സ്വർണ്ണ ഉടുപ്പുകാരിക്കും, പിന്നെ ഒരെണ്ണം ചെന്നായ്ക്കായി. അമ്മൂമ്മയും സ്വർണ്ണ ഉടുപ്പുകാരിയും പിന്നെ എർഗോയും കഴിക്കാൻ തുടങ്ങി. നിനക്ക് ഈ ചെന്നായെ പേടി വരുന്നില്ലേ? പട്ടിക്കുട്ടിയെയോ? ഇല്ല. അവന്റെ കയ്യിൽ നീ കണ്ടോ രോമങ്ങൾ? അതെല്ലാം എന്നെ കെട്ടിപ്പിടിക്കാൻ. അവന്റെ മൂക്കെന്ത് വലുതാണ്.
അതെല്ലാം കാട്ടിലെ പഴങ്ങൾ മണക്കാൻ. പിന്നെ അവനാണെങ്കിൽ വലിയ പല്ലുകളുണ്ട്. അതെല്ലാം നിന്നെ തിന്നാനായിരിക്കും. എന്നെ തിന്നാനോ? ഓ ഇല്ല മുമ്മേ, അവൻ സാൻഡ്വിച്ചും പിന്നെ കേക്കും ഒക്കെയാണ് കഴിക്കുന്നത്. അവൻ മധുരത്തിനോട് കമ്പമുള്ളവനാണ്. എന്ത്? മധുരത്തിനോട് കമ്പം? അവൻ മധുരമുള്ളതേ കഴിക്കൂ. നീ ഇതെല്ലാം എവിടെ നിന്നു പഠിച്ചു? ഞാൻ കുറേ വായിക്കാറുണ്ടമ്മുമ്മേ. ബ്രിജറ്റ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ അവളുടെ ചെറിയ ചെന്നായ എർഗോയും അമ്മുമ്മയെ മുഴുവനായി കുഴപ്പിച്ചുകൊണ്ട്. കുറച്ചു സമയം കഴിഞ്ഞ് അവർ രണ്ടുപേരും യാത്രയാകാൻ തീരുമാനിച്ചു. ഗുഡ് ബൈ ബ്രിജറ്റ്. ഗുഡ് ബൈ ചെന്നായ്. ഗുഡ് ബൈ അമ്മുമ്മേ. അമ്മുമ്മയോട് ബൈ പറയൂ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ പോകണം. അമ്മ പറഞ്ഞു രാത്രി ചെന്നായ്ക്കൾ വരുമെന്ന്. എർഗോ വിചാരിച്ചു അവന്റെ എന്ത് നല്ല ദിവസമായിരുന്നു ഇന്ന്. അവൻ നല്ലവളായ സ്വർണ്ണ ഉടുപ്പുകാരിയുടെ കൂടെ സമയം ചിലവഴിച്ചു. പക്ഷെ എർഗോ സങ്കടത്തിലുമായിരുന്നു. അവന്റെ സഹോദരനെ കാണിക്കാൻ അവൻ ഒരു കഷ്ണം കേക്ക് പോലും കിട്ടിയില്ലായിരുന്നു. ശരി കുട്ടാ, എനിക്ക് വീട്ടിലേക്ക് പോകണം. സോറി, നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ അമ്മയ്ക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും, തീർച്ചയായും. ഓ നിൽക്കൂ. അങ്ങനെ ബ്രിജറ്റ് അവളുടെ കൊട്ടയിൽ നിന്നും ഒരു വലിയ കഷ്ണം സ്ട്രോബെറി കേക്ക് എടുത്തു. ഇതാ പിടിച്ചോ. ഞാൻ വാക്കു പറഞ്ഞതുപോലെ നീ വളരെ നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിനക്കായി കുറച്ച് സ്ട്രോബെറി കേക്ക് സൂക്ഷിച്ചിരുന്നു. നീ ഇത് രാത്രി കഴിക്കൂ. എനിക്കറിയാം നിനക്കിത് ഇഷ്ടമാണെന്ന്. സ്വർണ്ണ ഉടുപ്പുകാരി എർഗോയെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെയും കെട്ടിപ്പിടിച്ചു. ടേക്ക് കെയർ പപ്പി, ബൈ. എർഗോയും ബ്രിജറ്റും രണ്ടു വഴിയിൽ അവരവരുടെ വീട്ടിലേക്ക് യാത്രയായി. സ്വർണ്ണ ഉടുപ്പുകാരി വീട്ടിലെത്തി അവളുടെ സാഹസികമായ കഥകൾ പറഞ്ഞു. അമ്മ അവളുടെ പരുക്കെല്ലാം നോക്കി. എനിക്ക് ഉറപ്പാണ് കാട്ടിൽ പട്ടിക്കുട്ടികൾ കാണില്ല എന്ന്. പക്ഷെ അമ്മേ, അതൊരു പട്ടിക്കുട്ടിയായിരുന്നു. നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കുന്നില്ല? എർഗോ തിരിച്ചു വീട്ടിൽ അവന്റെ സഹോദരനെ അതിശയിപ്പിക്കാൻ ഒരു കേക്ക് കഷ്ണവുമായി ചെന്നു. എന്റെ ദൈവമേ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാനാണെങ്കിൽ വളരെ സത്യസന്ധനായിരുന്നു. ഇന്നാ കഴിക്കൂ, ഞാൻ കുറെ കഴിച്ചിരിക്കുന്നു. എർഗോ സ്വർണ്ണ ഉടുപ്പുകാരിയുമായി കൂട്ടായതിൽ സന്തോഷിക്കുന്നു. അവൻ മനസ്സിലാക്കി അവനവനല്ലാത്തത് ഒരിക്കലും ആകാൻ പാടില്ല എന്ന്. അവൻ എല്ലാ യാത്രക്കാരോടും നല്ല പോലെ സ്നേഹത്തോടെ തന്നെ ഇരുന്നു. അവന് അങ്ങനെ എപ്പോഴും സ്വാദിഷ്ടമായ ആഹാരം കിട്ടിക്കൊണ്ടുമിരുന്നു.